സാഹചര്യം പ്രദാനം ചെയ്യാൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ വിശുദ്ധിയും പുലരുന്ന ഭരണ സംവിധാനങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ കാലത്തും പ്രബുദ്ധമായ കേരള ജനത സ്വീകരിച്ചിട്ടുള്ള പൊതു നിലപാട്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായ ഭരണനിർവഹണത്തിലുണ്ടായ പാളിച്ചകളെ സംബന്ധിച്ച് നമ്മുടെ ഔദ്യോഗികമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഡിറ്റിന് നിയോഗിക്കപ്പെട്ട സമിതികളുടെ എല്ലാ റിപ്പോർട്ട് നിർഭാഗ്യവശാൽ പുറത്തു വന്നത്. എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വർഷക്കാലത്തെ, ഒരു സാമ്പത്തിക വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ അന്വേഷണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുവായ നിലപാട്. 2021 അധികാരത്തിൽ വന്ന വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ലജ്ജാകരമായ ഒരവസ്ഥയാണിപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലായപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൂടെ ഇവിടെ സൂചിപ്പിച്ച പ്രകാരമുള്ള വലിയ അഴിമതിക്ക് കളമായത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള പൊതുവായ നിലപാട് അതിന് യോജിക്കുന്ന തരത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിലിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് സഹ ഷൈൻകുമാർ ഇവിടെ സൂചിപ്പിച്ചു. ജനങ്ങൾ നൽകിയ വിശ്വാസത്തെ വഞ്ചിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഇരിക്കുന്നത്. ജനാധിപത്യത്തെ വ്യക്തിപരമായ രാഷ്ട്രീയമാക്കി മാറ്റി സത്യസന്ധതയ്ക്ക് വിരാമം കുറിച്ച് കിട്ടുന്ന അവസരം വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ച രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ലജ്ജാകരമായ ഒരു പാപഭാരമേറിയാണ് വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഓംബുഡ്സ്മാന്റെ മുന്നിൽ ലഭ്യമായ പരാതികൾ പരിശോധിച്ചുകൊണ്ട്, അതിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട്, ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ കണ്ടെത്തിയ 3.5 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഏത് നിമിഷമാണെങ്കിലും രാജിവെച്ച അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട രാഷ്ട്രീയമായ സത്യസന്ധത പുലർത്തണം കോൺഗ്രസും UDF എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി ആ രാഷ്ട്രീയ നേതൃത്വത്തിനോട് പറയാനുള്ളത്. ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടല്ലോ ഈ പഞ്ചായത്തിൽ, UDFന്റെ രാഷ്ട്രീയ മുന്നണി. ഇത്രയേറെ അഴിമതിയിൽ പെട്ടുപോയ